കുഴയ്ക്കാനും പരത്താനും ഇനി സെപ്പറേറ്റ് കറി ഉണ്ടാക്കാനും ഒന്നും സമയം കളയണ്ട. രാവിലെ ദാ ഇതൊന്നും ഉണ്ടാക്കി വെച്ചാല് അപ്പോൾ ഒരു 2 കപ്പ് മൈദയിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1/2 ടീസ്പൂൺ വീതം ഉപ്പും കുരുമുളക് പൊടിയും കുറച്ചായി പാലും ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് ദാ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും തരിയില്ലാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചതച്ചെടുത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞൊരു സവോളയും തക്കാളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി വഴറ്റി 1 ടീസ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി മൂപ്പിച്ചേച്ച് തീയങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്ത് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നെയ്താ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മാവില്ലേ, ആ മാവിൻ്റെ പകുതി മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ചെറു തീയിലൊന്ന് വേവിച്ചതിന് ശേഷം ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച മസാല ഇല്ലേ, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് ഞാനൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി പുഴുങ്ങിയ 2 മുട്ട രണ്ടായി മുറിച്ച് നമ്മുടെ ഈ മസാലയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെക്കാം. ഇനി ബാക്കിയുള്ള മാവും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ എടുത്തു വെച്ച് ബാക്കി മസാലയും ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചതിന് ശേഷം ആ മൂടി തുറന്ന് മറ്റൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് ഒരു 10 മിനിറ്റ് കൂടെ ചെറു തീയിലിട്ട് തുറന്ന് വെച്ച് വേവിച്ചെടുത്താൽ നല്ലൊരു അടിപൊളി പലഹാരം റെഡി. ഇതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ മുറിച്ചെടുത്ത് കഴിച്ചാൽ മതി നമ്മുടെ വയറ് നിറയാനായിട്ട്. അപ്പോൾ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ ഇപ്പം ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.